എന്തേ ജോലിയൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. എനിക്കൊന്ന് നേരത്തെ വീട്ടിൽ പോയാൽ കൊള്ളാന്നുണ്ട്. എന്തുപറ്റി? അത് പിന്നെ അവക്ക് വയ്യാത്തതല്ലേ. ഒരു പൊട്ടി പെണ്ണ, ശരീരം ഒന്നും നോക്കില്ല. പിന്നെ അവക്കെന്തേലും ഫ്രൂട്ട്സോ മറ്റോ വാങ്ങിക്കൊടുക്കണം. താൻ എത്രമാത്രം തന്റെ അനിയത്തെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അത് അവള് മനസ്സിലാക്കുന്നില്ലല്ലോ. കുഞ്ഞുനാള് മുതൽ അവൾ അങ്ങനെ തന്നെയാ. എന്നെ അമ്മയെ അവള് മനസ്സിലാക്കാറില്ല. എങ്കിലും അവളെ എനിക്ക് മൊത്തത്തിൽ അറിയാം. ഒരമ്മയാവാനുള്ള പക്വതയൊന്നും അവൾക്കായിട്ടില്ല സത്യം പറഞ്ഞ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ശരി. മഹി, എന്താ കണ്ണേട്ടാ? അമ്മയാകാനുള്ള പക്വത കരുണയ്ക്കായിട്ടില്ല. എന്നാ എല്ലാ അർത്ഥത്തിലും അതിനുള്ള യോഗ്യതയും പക്വതയൊക്കെ തനിക്കുണ്ട്. അതിന്റെ ഒരു വിഷമമുണ്ടോ? ഏയ് ഇല്ല കണ്ണേട്ടാ. സത്യമാണ് പറയുന്നേ. കണ്ണേട്ടനെ വിവാഹം കഴിച്ച നാൾ മുതല് എന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കുന്നും സംഭവിക്കില്ല എന്നും എനിക്കറിയാം. അതുമായി ഞാൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ഞാനെന്തിനാ ദുഃഖിക്കുന്നെ? പക്ഷേ കരുണയും ഉണ്ണിയും കൂടെ വന്ന് എന്നെ അറിയിച്ചപ്പോ ആദ്യം എനിക്ക് സന്തോഷം തോന്നിയെങ്കിലും തന്റെ കാര്യം ഓർത്ത് വല്ലാത്ത വേദനയായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. കണ്ണേട്ടന് മുകളിലല്ല എനിക്കൊന്നും. നമ്മുടെ സ്നേഹത്തെ, പരസ്പര വിശ്വാസത്തെ അതൊന്നും ബാധിക്കേയില്ല. ഞാനിപ്പോ അവിടെ ഇരുന്ന് ഓർക്കായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും കണ്ണേട്ടൻ എന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുക. നമ്മൾ തമ്മിലുള്ള പരസ്പര വിശ്വാസവും സ്നേഹവും എന്നും നിലനിർത്തിയാൽ മതി. ഒരു പെൺകുട്ടിക്ക്, ഒരു ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഭർത്താവിന്റെ സപ്പോർട്ടും സ്നേഹവുമാ. അതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ അവൾക്ക് മറക്കാൻ പറ്റും. ഞാൻ പോയിട്ട് വരട്ടെ കണ്ണേട്ടാ. സത്യം പറയാലോ, ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം വരുവാ. അതെന്തിനാ? അല്ല, കാരണം മേഡത്തെക്കാളും മൂത്തതല്ലേ ചേച്ചി. അനിയത്തി ഒരു അമ്മയാൻ പോവാ. ചേച്ചിക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ കാണുമല്ലോ. ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്നും അതിനെ ലാളിക്കണമെന്നൊക്കെ. ആ ആഗ്രഹമില്ലാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല സാഗറെ. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ പരിമിതികൾ അറിഞ്ഞല്ലേ ജീവിക്കേണ്ടത്. നല്ല ആരോഗ്യം ഉണ്ടായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളില്ലേ? ആ, അത് ശരിയാ. എങ്കിലും ചേച്ചിയോടുള്ള അടുപ്പം കൊണ്ടായിരിക്കും എനിക്ക് നേരിയ വിഷമം തോന്നിയത്. എനിക്കൊരു വിഷമവും ഇല്ല. എന്റെയും കണ്ണേട്ടന്റെയും കല്യാണത്തിന് മുമ്പ് തന്നെ കണ്ണേട്ടന്റെ എല്ലാ കുറവും അറിഞ്ഞു തന്നെയാ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനാവും. അതൊക്കെ നീ ഇപ്പോ പറയുന്നതല്ലേ. നിന്റെ മനസ്സ് ആടി ഉലയുകയാണെന്ന് എനിക്കറിയാം. നമ്മൾ തമ്മിലുള്ള അകലം കുറയുകയാണ് ലച്ചു. മേഘേട്ടൻ അവളെ കണ്ണെടുത്ത കണ്ടുകൂടാന്ന് അവൾക്ക് അറിയാം. അതുകൊണ്ട് ഇതുവരെയും അവൾക്ക് മേഘേട്ട മുഖം കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രാഗി കൊന്നു കാണും. ശരിയാ മോളെ, അവൾ അമ്പലത്തിൽ പോയി നിലവിളിക്കുന്നത് കൊണ്ടാ അവൾക്ക് നല്ലതും അവളെ വെറുക്കുന്നവർക്കൊക്കെ നാശവും വരുന്നതെന്ന് കരുണയുടെ മുത്തശ്ശി പോലും പറഞ്ഞു കഴിഞ്ഞല്ലോ. മേഘന് ജീവൻ തിരിച്ചു കിട്ടിയത് ആരുടെയോ ഭാഗ്യം.
എത്തി. എന്തായാലും നിനക്ക് 100 അല്ല 110 ആയിസ. പറഞ്ഞപ്പോ തന്നെ അങ്ങ് വന്ന് കേറിയല്ലോ. നിന്റെ പ്രാക്കേറ്റ് ഞങ്ങളൊക്കെ മരിച്ചാലും ഞങ്ങൾക്ക് കൊള്ളി വെക്കാൻ നീ ജീവനോടെ കാണും. അല്ല, ഇന്നെന്താ നിങ്ങൾ നേരത്തെ എത്തിയത്? കരുണയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി അത് കൊടുക്കാനായിട്ട് വന്നതാ. ആ, അത് നല്ലതാ. അനിയത്തിക്ക് ഫ്രൂട്ട്സും വൈറ്റമിൻ ടാബ്ലറ്റ്സും ഒക്കെ വാങ്ങിച്ചു കൊടുക്ക്. ഏതായാലും നിന്റെ വയറ്റിനകത്ത് ഇനി ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.